Take it. Onam kadapam. My God, എന്നേക്കാൾ മുമ്പ് ബൗളിംഗ് എത്തിയോ? ഞങ്ങൾ കള്ളന്മാരല്ല, ഞങ്ങളെല്ലാം പറയാം. ഒന്നും മിണ്ടണ്ട നാട്ടുകാരെ, കള്ളന്മാർ, ഹെൽപ്പ് ഹെൽപ്പ്. എടുത്തോണ്ട് വാടാ ലഗേജിനാ. നാട്ടുകാർ കാണുമ്പോ ഇതിനെ അകത്തോണ്ട് വെക്ക്, കൊണ്ടുപോ. ആഹാ, ബെസ്റ്റ് ആയിട്ടുണ്ട്. നീ എന്താ ലോകസുന്ദരി മത്സരത്തിൽ പോകാൻ പോകണം? എടാ, കിളവന് ബോധം തെളിയുന്നതിന് മുമ്പ് ഇവിടെ എങ്ങനെ തടിയപ്പാ നോക്കി. നീ ധൈര്യമായിട്ടിരിക്കെ, അത്ര പെട്ടെന്നൊന്നും അയാൾക്ക് ബോധം തെളിയില്ല. ഇടയ്ക്കൊന്ന് തല പൊക്കിയപ്പോ ഞാൻ മണ്ടയ്ക്ക് ഒന്നുകൂടെ കൊടുത്തു, തൊലച്ചു. അപ്പൊ ആ കിളവന്റെ കാര്യം മട്ടമായി കാണും. ദൈവമേ, ഇനിയിപ്പോ അടുത്തൊരു കൊലപാതകത്തിന് കൂടി ഞാൻ ഉത്തരം പറയേണ്ടി വരുമല്ലോ. അല്ലാ, അറാൻ പറ്റുന്ന വർത്താനൊന്നും പറയാടാ. ഒരു കുരിക്കുന്നങ്ങോട്ട് തല ഊരിയതേ ഉള്ളൂ. ആഹാ, നിങ്ങളിവിടെ കഥയും പറഞ്ഞോണ്ടിരിക്ക. ഇനി ആ മദാമനെ കെട്ടിടക്കണ മുമ്പ് ഇറങ്ങാൻ നോക്ക്. ഇറങ്ങാനല്ലേ പോകുന്ന? എന്നാ ഇറങ്ങ്. അല്ല, അവനെവിടെ? ചിന്ന പയ്യ ഉണ്ണിയെ. ഓ, അത് അങ്ങനെ ഒരു മന്ദ ബുദ്ധി. അവിടെ എങ്ങനെ ചിന്തിച്ചോണ്ടിരിപ്പുണ്ടാവും. നിങ്ങൾ വാ, നമുക്ക് പോവാം. നീ അങ്ങോട്ട് പോകുന്ന, അങ്ങോട്ടല്ലേ പോയി. ഇങ്ങോട്ട് വാ. എവിടെ ഈ സൈറൻ? അത് ലാറ്റക്സ് കമ്പനിന്നായിരിക്കും. ലാറ്റക്സ് കമ്പനി ഇപ്പൊ ഇതിനകത്താണല്ലേ? ഇവൻ എവിടെ ചെന്നാലും അടിച്ചു മാറ്റും. തെണ്ടി തന്നെ കാണിക്കുന്നതാ തെണ്ടി. എന്താടാ ഇങ്ങനെ ആയിപ്പോയി? ഓഹോ, ചിന്തകൻ ഇവിടെ ഇരിക്കുകയാണ്. എണീറ്റ് വാടാ, നടക്കങ്ങോട്ട്. ഹലോ, കൊരങ്ങന്മാരും നാലും കൂടെ എങ്ങോട്ടാ? കൊരങ്ങന്മാരാ? നമ്മളാരാ മനസ്സിലായില്ല? മനസ്സിലാവാൻ ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നല്ലല്ലോ. ഐ എം നന്ദിത. സിംഗപ്പൂരിലെ കോലാലംപൂരിൽ കോടികൾ കൈയാളുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപൻ ബാരിസ്റ്റർ മഹേന്ദ്ര വർമ്മയുടെ വൺ ആൻഡ് ഓൺലി അഡോപ്റ്റഡ് ചൈൽഡ്, ദത്തുപുത്രി. പേരിനോടൊപ്പം വാലും തലയും ഒന്നുമില്ലാത്ത വെറും നന്ദിത. അടുപ്പമുള്ളവർ നന്ദു എന്ന് വിളിക്കും. നിങ്ങളങ്ങനെ വിളിച്ചോളൂ. ഹലോ നന്ദു. വട്ടാണല്ലേ? വട്ടാണ്, മുഴുവട്ട്. അതുകൊണ്ടാണല്ലോ ഈ 4 വട്ടന്മാരെ പരിചയപ്പെടാൻ കിലോമീറ്ററുകളോളം കാറോടിച്ച് ഇങ്ങോട്ട് വന്നത്. പരിചയപ്പെട്ടില്ലേ? എന്നാ പിന്നെ മെനക്കെടുത്ത വീട്ടിൽ പോവണ്ണേ. പെണ്ണോ? ഇതിരെ വേണ്ട, കൂടുതൽ വാല് പോക്കണ്ട. ഓഹോ, അപ്പൊ പേരും നാളും ഒക്കെ മനസ്സിലാക്കിയിട്ടാണല്ലേ വരവ്. കൂടുതൽ ഷൈൻ ചെയ്യല്ലേ. സത്യം പറ, ആരാ നീ? ചൂടാകാതെ പവിത്ര. പേരും നാളും മാത്രമല്ല, കൊരങ്ങന്മാരുടെ ചരിത്രം മുഴുവൻ എനിക്കറിയാം. വെറും ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്ത തെറ്റ് അത് കാര്യമായപ്പോ പോലീസിന്റെ നോട്ടപ്പുള്ളികളായി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഒളിച്ചോട്ടം, പിന്നീട് ആത്മഹത്യാ ശ്രമം, ഇപ്പോ മരണത്തോട് ഗുഡ് ബൈ പറഞ്ഞ് ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞോട്ടം. എന്താ ശരിയല്ലേ? ഇതൊക്കെ കുട്ടിക്ക് എങ്ങനെ അറിയാം? അയ്യേ, എന്താ ചാർലി ഇത്? ഇതൊക്കെ പത്രത്തിൽ വന്നല്ലേ അല്ലേ ഉണ്ണി? സത്യത്തിൽ നിങ്ങളെ നേരിൽ കണ്ട് അഭിനന്ദിക്കാനാ ഞാൻ വന്നത്. ആ ചങ്കുറ്റം, സ്മാർട്ട്നെസ്, അതൊക്കെയാണ് എന്നെ ആകർഷിച്ചത്. റിസ്ക് എടുക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയമുള്ളൂ. ഈ എന്നെ പോലെ സിംഗപ്പൂരിൽ നിന്ന് കേരളത്തിലേക്ക്, കേരളത്തിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ഒരു പൂത്തുമ്പെ പോലെ പറന്ന് നടക്കാറുള്ള ഈ നന്ദിതയ്ക്ക് ഇതൊക്കെയാണ് ഒരു ത്രില്ല്. പുതുമയുള്ളത് എന്ത് കണ്ടാലും സ്വന്തമാക്കാനുള്ള ത്രില്ല്. ഇപ്പോ ഈ ചങ്ങാത്തം, അതും എനിക്ക് സ്വന്തമാക്കണം. ജസ്റ്റ് ഫോർ എ സിമ്പിൾ ത്രിൽ. ഓക്കെ, ബൈ ബൈ. Bloody rascals! ഈ ഗോൺസാൽവസ് സാഹിബിനെ കൽപ്പിച്ച് രക്ഷപ്പെടാമെന്ന് കരുതി അല്ലടാ? ആളില്ലാത്ത വീട്ടിൽ അതിക്രമിച്ച് കയറി മോഷണം നടത്തി കടന്നു കളയാമെന്ന് കരുതിയല്ലടാ? Rascals, get in. എങ്ങനെ? I say you get in. Get in. Left, right, left, right.
അയ്യോ വേണ്ട, ഞങ്ങള് മദ്യം കഴിക്കാറില്ല. കഴിക്കാനാണ് പറഞ്ഞത്. I say you drink it. Yes, drink. ഗുഡ് ബൈ. Now we are friends. Yeah. ചെറുപ്പക്കാരായ ലിങ്കിനെ വേണം. അതെ. Now I am afraid of a devil. Who is the devil, uncle? That is my wife, Oh. Maggie. Maggie is his wife എന്ന്. ഓ മാഗന്റെ ഭർത്താവാ? Yeah. ആ കൊടുക്ക. But ഗോവ കടപ്പുറത്ത് എന്റെ ജൂലിയറ്റുമായി ഇങ്ങോട്ടേക്ക്. ഒരു ജീവിത സ്വപ്നം കണ്ടു നടന്ന എന്നെ അവൾ മയക്കിയെടുത്തു. You know boys, ആ. ഒരു പെഗ് മദ്യം കഴിക്കാനോ ഒരു ചുരുട്ട് വലിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഇന്നെനിക്കില്ല. I am fed up. Really, I am fed up. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങണ്ട സാഹിബ്. ഇറങ്ങുന്നോ? എങ്ങോട്ട്? വീട്ടിലേക്ക്. നോ, ഇനി നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ഏ? ഇതാണ് നിങ്ങളുടെ വീട്. അത് നമ്മൾ 5 പേരും കൂടി സന്തോഷകരമായി ഇവിടെ കഴിയുന്നു. Correct. Come on, take one more peg. സായിപ്പ് സന്തോഷം കൊണ്ട് തന്നെയല്ലേ എടുത്ത് അടി പവിത്ര. സാഹിബേ, ഇവ ഇവിടെ നിന്നോളും. ഞങ്ങള് വീട്ടിൽ പോയി പറഞ്ഞിട്ട് വരാം. No, നിങ്ങൾ പോകരുത്. ഇന്നു മുതൽ നിങ്ങളാണ് എന്റെ രക്ഷകർ. മൈ ബോഡി ഗാർഡ്സ്. ബോഡി ഗാർഡ്സോ? യെസ്. ഞാനിനി ഒരു സത്യം കൂടി പറയാം. എന്നേക്കുമായി മാഗിയെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. വെരി ഗുഡ്. ഇനി ഒരിക്കലും അടുക്കാനാവാത്ത വിധം ഞങ്ങൾ അകന്നു കഴിഞ്ഞു. വെരി വെരി ഗുഡ്. പക്ഷെ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ അവൾ ഇവിടെയും വരാം. വില്യംസിനെയും ഡിക്രൂസിനെയും കൂട്ടി. അതാരാ അങ്കിൾ വില്യംസും ഡിക്രൂസും? അവളുടെ ബ്രദേഴ്സ്. ഓ ബ്രദേഴ്സ്. ഗോവ കടപ്പുറത്തെ നമ്പർ 1 ഡാഡകളാണ് അവർ. അവർ വന്നാൽ നിങ്ങൾ എന്നെ വിട്ടുകൊടുക്കരുത്. പ്ലീസ്, ഐ ബെഗ് യു ബോയ്സ്, ഐ ബെഗ് യു. പവിത്ര, ദാദമാരൊക്കെ വരുന്ന സ്ഥിതിക്ക് ഇവിടുന്ന് മുങ്ങുന്നതാണ് ബോഡിക്ക് നല്ലത്. എന്താ പറഞ്ഞത്? അല്ല, ഈ മുങ്ങിക്കുളി ബോഡിക്ക് നല്ലതെന്ന് പറയായിരുന്നു. സായിപ്പ് ഒന്നും കൊണ്ടും പേടിക്കണ്ട. സായിപ്പിനെ തനിച്ചാക്കിയിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോകുന്ന പ്രശ്നമില്ല. ഇവിടെ ചാർലി ഉണ്ട്, പിന്നെ ഉണ്ണിയുണ്ട്. അതെ, ഞങ്ങൾ സർവ്വസന്നാഹങ്ങളുമായി തിരിച്ചു വരും. ഇത് ഇവിടെ ഉണ്ട് കുപ്പി. ഓ മൈ ഗോഡ്, അത് അവളാണ്. മാഗി, ടേക്ക് ദാറ്റ് ഫോൺ. പറയ്, ഇനി പൈസ എടുത്ത് വന്നു പോകുന്നു പറയ്. മൈ ഡിയർ ബോയ്സ്, പ്ലീസ് ടേക്ക് ദാറ്റ് ഫോൺ. കം ഓൺ. പറഞ്ഞിട്ട് പോരെ. പറഞ്ഞിട്ട് പാടേ. സായിപ്പിനെ തട്ടിക്കൊണ്ട് പോകാനാണെങ്കിൽ അത് നടക്കണ പട്ടി. വില്യംസ് ആയാലും ഡിക്രൂസ് ആയാലും, വില്യം ഡിക്രൂസ് ആയാലും ശരി, ഈ പരിസരത്തെങ്ങാനും കണ്ടുപോയാൽ കൈയും കാലും വെട്ടിയെറിഞ്ഞ് കൊക്കൈ തള്ളും ഞാൻ. സായിപ്പിന്റെ ബോഡി ഗാർഡും ഗുണ്ടയുമായ പവിത്രനായി പറയുന്നത് റാസ്കൽ. പവിത്രൻ ആരോടായി സംസാരിക്കുന്നത്? ഇയാൾ എപ്പോഴാ ഗുണ്ടയായത്? ഏയ്, ഇത് ഞാനാ, നന്ദിത. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച ആളെ തന്നെ കിട്ടി. പവിത്രനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പവിത്രനോട് മാത്രം. മറ്റാരുമില്ലാതെ പവിത്രനെ എനിക്ക് ഒറ്റയ്ക്കൊന്ന് കാണണം. 5 മണിക്ക് ബീച്ച് ഹൗസ് റെസ്റ്റോറന്റ്. ഞാൻ കാത്തു നിൽക്കും. വരില്ലേ? വരണം. വരും, വരാതിരിക്കില്ല. നീ എന്താടാ സ്വപ്നം കാണുന്നു? വരുന്നില്ലേ? വരും, തീർച്ചയായും വരും. എന്നാ പിന്നെ വാ. വരും. ഇല്ല, ഞാൻ വരുന്നില്ല. വരുന്നില്ലേ? സായിപ്പിനെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല. സായിപ്പ് തേങ്ങാക്കൊല. സായിപ്പാണ് നിന്റെ കൊച്ചത്തിനോ? പവിത്ര, നീ വരുന്നുണ്ടേ വാ. വരുന്നില്ലെന്ന് പറഞ്ഞില്ലടാ. എന്തൊക്കെ ആയാലും സായിപ്പിനെയും കൊണ്ടേ പോകുന്ന അവര് പറഞ്ഞത്. ആ വില്യംസും ഡിക്രൂസും കൂടി സായിപ്പിനെ തല്ലി ചതച്ച് പെട്ടിയിലാക്കി കൊണ്ടുപോകുന്നത് കാണാനുള്ള കരുത്തരിക്കില്ലടാ. ഞാനത് സമ്മതിക്കില്ല. ഞാൻ വരുന്നില്ല. എന്നാൽ അവർ ആദ്യം പെട്ടിയിലാക്കുന്നത് നിന്നെ ആയിരിക്കും. അത് കാണാനുള്ള കരുത്ത് എനിക്കുമില്ല. ഓക്കെ, ഗുഡ് ബൈ. സെയിം ടു യു. ഓട്ടടാ തല്ലുള്ളി. ഓടാ. വൈകുന്നേരം 5 മണിക്ക് ബീച്ചിൽ തനിച്ച് ഏകാന്തതയുടെ തീരങ്ങളിൽ ഉമ്മ വച്ച് ഞങ്ങൾ വൃത്തിയാണ് കാണിക്കുന്നോ? നോക്ക്, ആ വരുന്ന ആളല്ലേ ബോംബ് കേസിലെ കക്ഷി. ശരിയാ, അയാൾ തന്നെ. നമുക്കൊന്ന് വാരിയാലോ? ഹലോ ബോംബ്. ബോംബെ, ബാഗിൽ എന്താ പുതിയ വല്ല ബോംബാണോ? ഓ, വലിയൊരു ബോംബുണ്ട്. എന്ത് വേണോ? പെണ്ണ അധികം വളയല്ലേ, പഴുത്തു. ഹലോ ബോംബ്. ബോംബ് നിന്റെ കൊള്ളാം, നന്നായിട്ടുണ്ട്. നാട്ടുകാർക്ക് കളിയാക്കി വിളിക്കാൻ ഒരു വട്ടപ്പേരായി, ബോംബ്. പക്ഷേ ഞാൻ അങ്ങനെ വിളിക്കില്ല കേട്ടോ. എനിക്കിഷ്ടം ആ കുസൃതി പേരാ, കുട്ടിക്കൊരങ്ങാന്ന്. മതി, കുറെ നേരമല്ലോ കിടന്ന് ചിലക്കാൻ തുടങ്ങിയിട്ട്. ഇത് പറയാനാണോ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് കൂട്ടിക്കൊണ്ടു? ഏയ്,
ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. ഒരിക്കൽ ഒന്ന് കുറെ കത്തി വെച്ചിട്ട് പോയതല്ലേ? തന്തപ്പടി സിംഗപ്പൂരിൽ പണം കൊയ്യുന്നതും പൂത്തുമ്പിയെ പോലെ പറന്ന് നടക്കുന്നതൊക്കെ. ഇനിയും വല്ലതും പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞു വിലക്കി. ഉണ്ട്, ഒത്തിരി ഒത്തിരി ഉണ്ട്. ആട്ടെ, ഇനി എന്താ ഹൈദറിന്റെ പരിപാടി? ഇനി എന്ത് പരിപാടി? നാട്ടിലേക്ക് തിരിച്ചു പോകണം, അത്ര തന്നെ. തിരിച്ചു പോകാനോ? അപ്പൊ ഞാനീ കഷ്ടപ്പെട്ടതും പുറകെ നടന്നതും ഒക്കെ താൻ എന്തിനാ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? ഞങ്ങളുടെയോ? ഹൈദറിന്റെ പുറകെയല്ലേ ഞാൻ വന്നത്. ഹൈദറിന്റെ മാത്രം. വെറുതെ ഒന്ന് അഭിനന്ദിക്കാൻ വന്നതാണെങ്കിലും ആദ്യം കണ്ടപ്പോ തന്നെ ഹൈദറിനെ എനിക്കിഷ്ടമായി. ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടികളും ചുറുചുറുക്കും എല്ലാം എനിക്കിഷ്ടമായി. പോരെങ്കിൽ കോഴിക്കോട് പുത്തനങ്ങാടിയിൽ റൂഹിയ മനസ്സിൽ റൂഹിയ ബീവിയുടെയും ഇബ്രാഹിം സേട്ടിന്റെയും ഏക മകൾ സെറീനയ്ക്ക് ഈ ഹൈദരൂട്ടി ഇഷ്ടപ്പെടാൻ മറ്റെന്ത് യോഗ്യത വേണ്ടത്? ഓർമ്മ വയ്ക്കുന്നതിന് മുൻപ് എന്നോ എവിടെ വെച്ചോ നഷ്ടപ്പെട്ട ഉമ്മയുടെയും ബാപ്പയുടെയും പൊന്നാര മകൾ സെറീന അവിടുന്ന് കോവിൽ പാളയത്തെ അനാഥാലയത്തിലെത്തിയതും ഒടുവിൽ സിംഗപ്പൂരിലെ കോടീശ്വരനായ ബാരിസ്റ്റർ മഹേന്ദ്രവർമ്മയുടെ ദത്തുപുത്രിയായതുമെല്ലാം ഒരു പഴങ്കഥ. സത്യമാണോ പറയുന്നത്? അതെ, വാതോരാതെ സംസാരിക്കും, വാലും തലയില്ലാതെ സംസാരിക്കും. എന്നാലും സത്യമല്ലാത്തതൊന്നും നന്ദിത പറയില്ല. ഇത് സത്യം. സോറി, ഒന്നും അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. വേണ്ട, സിമ്പതി ഒന്നും എന്നോട് വേണ്ട. സിംഗപ്പൂരിലേക്ക് മടങ്ങും വരെയെങ്കിലും ഈ ചങ്ങാത്തം, അത് മാത്രം. ജീവിതകാലം മുഴുവൻ അത് കിട്ടുമെങ്കിൽ അത്രയും സന്തോഷം. മടങ്ങി പോകരുതെന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല. അഭ്യർത്ഥിക്കലേ നിവൃത്തിയുള്ളൂ. തീരുമാനിക്കേണ്ടത് ഹൈദരാണ്. വരട്ടെ. സെറീന. നോ, സെറീനയല്ല, നന്ദിത. പേരിനൊപ്പം തലയും വാലും ഒന്നുമില്ലാത്ത വെറും നന്ദു.